കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആയിരുന്നു നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് ഇതുവരെ കയറിയില്ല. നമ്മൾ ബേസിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ബേസിക്സിനകത്ത് നമ്മൾ ആറ്റം എന്താണെന്ന് പഠിച്ചു. ആറ്റം ശരിക്കും പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ആറ്റത്തിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നും ഓൾറെഡി ഏതൊരു എലമെന്റ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആറ്റമാണ്. ആ ആറ്റത്തിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടാണ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ ആരാ കണ്ടുപിടിച്ചതെന്നും ന്യൂട്രോൺ ആരാ കണ്ടുപിടിച്ചതെന്നും ഇലക്ട്രോൺ ആരാ കണ്ടുപിടിച്ചതെന്നും അതിന്റെയൊക്കെ മാസും ചാർജുകളെ പറ്റിയൊക്കെ അതിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു എലമെന്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാസ് നമ്പർ, ആറ്റോമിക് നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റിനും കുറെ ഷെല്ലുകളുണ്ട്. ആ ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ഷെല്ലിലും കറങ്ങാൻ പറ്റുന്ന ഇലക്ട്രോൺസിന് എണ്ണമുണ്ട്. അപ്പം ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺ വരെ. അതായത് 8 ഇലക്ട്രോൺസ് തന്നെയെന്നല്ല, വരെ എന്നുള്ളതാണ്. മൂന്നാമത്തെ 18, നാലാമത്തേലും 32 വരെ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിന്റെയും ഒന്ന് എഴുതാൻ പോവാണ്. അപ്പൊ എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് അതിന്റെ പ്രോട്ടോണിന്റെ എണ്ണം, അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം, അതിന്റെ ന്യൂട്രോണിന്റെ എണ്ണം, പിന്നെ അതേപോലെ തന്നെ അതിന്റെ എന്താണ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വാലൻസി എന്താന്നുള്ളതും കൂടെ എഴുതാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താന്നും കൂടെ എഴുതിയിട്ട് നമുക്ക് അത് എല്ലാം കൂടെ എഴുതിപ്പിക്കാമേ. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെയാണെന്ന് തോന്നുന്നു എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് വാലൻസി എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഇന്നലെ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ ഒരു എത്ര പേജ് വിടണം? ഒരു 2 പേജ് വിട്ടിട്ട് എഴുതിക്കോളൂ. നോട്ട് ഞാൻ അയച്ചു തരാം. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ. അപ്പൊ യൂട്യൂബിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോക്കി എഴുതുക. അപ്പൊ വാലൻസി എന്ന് ഹെഡിങ് കൊടുക്കുക. എന്താണ് വാലൻസി എന്ന് പറഞ്ഞു തരാം. വാലൻസി എന്ന് പറയുമ്പോഴത്തേക്കും കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം എന്നുള്ളതിനെയാണ് വാലൻസി. ഒരാറ്റത്തിന് വേറൊരു ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ വാലൻസി എന്ന് സിംപിളി പറയാം. ഓക്കെ ആണല്ലോ? അപ്പം കമ്പൈനിങ് ഇങ്ങനെ എഴുതാം. വാലൻസി എന്ന് സബ് ഹെഡിങ് കൊടുത്തിട്ട് കമ്പൈനിങ് capacity of an atom of each element is known as its valence. അത് എന്താന്ന് പറഞ്ഞുതരാം. തൽക്കാലം ആ ഹെഡിങ് എഴുതിയിട്ട് ആ നോട്ട് എഴുതിയെടുക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓരോരുത്തരോടും ചോദിക്കും കേട്ടോ. ഓരോരുത്തരോടും ചോദിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളും മാസ് നമ്പർ, ആറ്റോമിക് നമ്പർ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഓരോ എലമെന്റ് എഴുതാൻ പോകണം. 20 എലമെന്റ് നമ്മൾ എഴുതും. പിന്നെ എക്സ്ട്രാ ഒരു 2-3 എലമെന്റ് കൂടെ ഞാൻ തരാം. അപ്പൊ 20 എലമെന്റ് എഴുതിയിട്ട് ആ 20 എലമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറയുന്നുണ്ടായിരിക്കും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് refers to the number of electrons an element an atom of an element an atom of
an element has gained or lost. എന്താന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. gained or lost. തൽക്കാലം നോട്ട് എഴുതിയെടുക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് ഓരോ എലമെന്റ് എഴുതിയിട്ട് വേണം പറഞ്ഞു തരാൻ. ഇതൊരു ഡോട്ട് ഇട്ടിട്ട് വേണം എഴുതാമേ. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് species formed by the gain or loss of electrons are called as ions. ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും, ലോസ് ചെയ്യുകയും ചെയ്യും. അത് എന്തുകൊണ്ടാണ് ഗെയിൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഗെയിൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ലോസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. തൽക്കാലം അത് എഴുതുക. ഇത് മനസ്സിലാക്കാതെ ഇത് ഇച്ചിരി ടഫ് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്സ് ആണ്, മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി അങ്ങോട്ടൊക്കെയുള്ള ഒരു കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ മോളിക്കുലർ ഫോർമുല എഴുതാൻ പറ്റത്തില്ല. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾ 9ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ല ഇതിനകത്ത് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആനയോണ് കാറ്റിയോണ് ഇതൊക്കെ. അപ്പം അത് പഠിപ്പിക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറിയത്തില്ലെന്ന് എനിക്കറിയാം. 9ാം ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ചാപ്റ്ററുകളിലൊക്കെ അത് ഉപകാരപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു തരേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇത് ഇച്ചിരി പാടാണ്, മനസ്സിലാക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. അത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ആ ഇലക്ട്രോൺസ് ചില സമയത്ത് ഗെയിൻ ചെയ്യും, വേറെ എവിടുന്നേലും സ്വീകരിക്കും ആ ആറ്റം, അല്ലെങ്കിൽ ഉള്ളതിനെ ചിലപ്പോൾ കൊടുക്കും. ആ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ കൊടുത്താലും അല്ലെങ്കിൽ ആറ്റത്തിലോട്ട് ഇലക്ട്രോണെ വാങ്ങിച്ചാലും പിന്നീട് അതിനെ ആറ്റം എന്ന് പറയത്തില്ല, പിന്നീട് അതിനെ അയോൺസ് എന്നേ പറയത്തില്ല. ഓക്കെ ആണല്ലോ. അയോൺസ് 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ട്. നമുക്ക് അതൊന്ന് എഴുതാം. അയോൺസ് അടുത്തോട്ട് ഇരിക്കും. അയോൺസ് ഫോംഡ് by the gain of electron are known as anion. That is they are negatively charged ions. Anions negatively charged ions. They are negatively charged ions. ഇനി അടുത്തത് അയോൺസ് ഫോംഡ് by the loss of electron are known as cation. That is they are positively charged. Cation positively charged. അത് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഒരു ഡോട്ട് ഇട്ട് വേണം എഴുതിക്കോ. കാറ്റിയോൺ പോസിറ്റീവ് ആണോ ഇപ്പം നിങ്ങൾക്ക് ഓർത്ത് വെക്കാമായിരിക്കും, പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും കാറ്റിയോൺ ആനിയോൺ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പം CA ഈ ടിക്ക് പകരം ഒരു കുരിശ് പോലെ കൊടുക്കുക, അല്ലെ പ്ലസ് CATION കണ്ടോ.
പോസിറ്റീവ് കുരിശ് പോലെ വരയ്ക്കുന്നതിൽ പ്ലസ് വരുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതാണ്. ഇനിയും ആനയോൺ നോക്കാം. ഞാൻ എന്നിനെ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുക. ANION കണ്ടോ? ഈ N എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. N നെഗറ്റീവ് കണ്ടോ? അപ്പൊ നമുക്ക് ആനയോണും കാറ്റയോണും തെറ്റിപ്പോകത്തില്ല. ഇനി എന്തിനു വേണ്ടിയാണ് ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതും വിട്ടുകൊടുക്കുന്നതും എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് അതിന്റെ എന്താണ് തിയറിറ്റിക്കലി കാണിച്ചു തരാം എങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഈ നോട്ടും കൂടെ എഴുതിക്കൂ. ലൈക്ക് അല്ല, in order to like വേണ്ട, in order to make 8 electrons in the outermost shell അങ്ങനെ വേണം ബ്രാക്കറ്റില് ഒക്ടറ്റ് കോൺഫിഗറേഷൻ എഴുതിയോ. ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കും. ഒക്ടറ്റ് ഒക്കെ 9ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും എഴുതി പറഞ്ഞുതരാം. അതായത് in order to make 8 electrons in the outermost shell octet configuration, each atom അല്ലെങ്കിൽ each atom വേണ്ട, atoms gain or lose electrons. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകാനും വേണ്ടിയാണ് ഇലക്ട്രോൺസിനെ ആറ്റം ഗെയിൻ ചെയ്യുന്നതോ ലൂസ് ചെയ്യുന്നതോ. അതെന്തുകൊണ്ടാണ് 8 ഇലക്ട്രോൺസ് ആക്കുന്നത്? എന്താ 7 ഇലക്ട്രോൺസ് ആയാൽ പറ്റത്തില്ലേ? അല്ലെങ്കിൽ 10 ഇലക്ട്രോൺസ് ആയാൽ പറ്റത്തില്ലേ? പറ്റത്തില്ല. 8 ഇലക്ട്രോൺ വന്നാലേ ഒരാറ്റം സ്റ്റേബിൾ ആവത്തുള്ളൂ. അതായത് ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് എപ്പോഴാണ്? ഒന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേബിൾ ആണ്, നിങ്ങളുടെ ബോഡി സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുമ്പോൾ, കട്ടിലേല് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്റ്റേബിൾ ആണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ബോഡി എപ്പോഴും സ്റ്റേബിൾ ആവാൻ വേണ്ടി ഉള്ള ഒരു തത്രപ്പാടില്ല. നിങ്ങൾ സ്കൂളിൽ പോയപ്പം നിങ്ങൾ കുറേ നേരം നിങ്ങളിങ്ങനെ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കും. ഇല്ല, ആദ്യം കൊണ്ട് ബാഗ് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാനാണ് നോക്കുന്നത്. അമ്പലത്തിൽ പോട്ടെ ഒന്ന് കറങ്ങി എവിടെയെങ്കിലും ചെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചാരി നിൽക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾക്ക് ഇരിക്കണം. ഇനി വീട്ടിൽ വന്നാലോ, സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരാ അടുക്കളയിൽ തന്നെ പോയിട്ട് അടുക്കളയിൽ പോയി അവിടെ ഇപ്പൊ പാത്രമൊക്കെ മെഴുകാനുണ്ടെങ്കിൽ പാത്രം മെഴുകി, അല്ലെങ്കിൽ കഴിക്കാനുള്ളത് കഴിച്ച്. അല്ല, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ ചെന്നിട്ട് നമ്മുടെ ബാഗ് എടുത്ത് ആ സെറ്റിയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ആ സെറ്റിയിൽ ഇങ്ങനെ ഒറ്റ കിടക്കാം. കൊണ്ടുപോയിട്ട് അമ്മമാര് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? കഴിക്കാനുള്ള വൈകിട്ട് നമ്മുടെ കൈ കൊണ്ട് തരും. അല്ലെ ഡൈനിങ് അല്ലെ അറ്റ്ലീസ്റ്റ് ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കും. അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ പോയിട്ട് സ്കൂളിൽ നിന്ന് നമ്മൾ പോയി എന്തെങ്കിലും ഓടി പോയി പെട്ടെന്ന് എന്തെങ്കിലും പണി ചെയ്യത്തില്ല. നമ്മൾ എവിടെയും പോയി കിടക്കും. മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മുടെ ബോഡി എപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് എവിടെയും പോയി ഇരിക്കുമ്പോഴും എവിടെയും പോയി കിടന്നുറങ്ങുമ്പോഴും അല്ലെങ്കിൽ കിടക്കുമ്പോഴും ഒക്കെ ആയിരിക്കും നമ്മുടെ ബോഡി സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ആറ്റം എപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് ആ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ്. അപ്പൊ 8 ഇലക്ട്രോൺസ് വരാൻ വേണ്ടി ചിലപ്പം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്താലേ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരത്തുള്ളൂ. ചില ആറ്റങ്ങൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടായിരിക്കും
ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ കൊണ്ടുവരുന്നത്. ചില ആറ്റങ്ങൾ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ടായിരിക്കും 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കൊണ്ടുവരുന്നത്. ഈ 8 ഇലക്ട്രോൺസ് എന്തിനാ വരുന്നതെന്ന് പറഞ്ഞത് ഒരു ആറ്റം സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് എഴുതാം. in order to become stable there should be eight electrons in the outermost shell of an atom. Okay, ഇനിയും ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവുന്നത്. അതിനുവേണ്ടിയാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്, ലൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. എന്നാൽ ഒരു സ്പെഷ്യൽ കേസസ് ഉണ്ട് അതിനകത്ത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ സ്റ്റേബിൾ ആകുന്നത് പോലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വന്നാലും ആറ്റം സ്റ്റേബിൾ ആവും. ഈ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളതിനെയാണ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ ഫുള്ളിന്റെ പകുതി ആണല്ലോ ഹാഫ്, അതായത് 8ന്റെ പകുതി 4. അപ്പം ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയതുപോലെ തന്നെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനും സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പൊ അതും കൂടെ ഞാൻ ഇവിടോട്ട് എഴുതുകയാണ്. ലൈക്ക് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ configuration half filled configuration are also stable. ഫുള്ളി ഫിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, അതിനെയാണ് ഫുള്ളി ഫിൽഡ് എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ അറിയത്തില്ലെങ്കിൽ എവിടെ സൈഡിലോട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 8 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒബ്ജക്ട് കോൺഫിഗറേഷൻ എന്ത് വേണമെങ്കിൽ എഴുതാം. 8 ഇലക്ട്രോൺസിന്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താ, ഒബ്ജക്ട് കോൺഫിഗറേഷൻ എന്നും പറയാം, അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് എന്നും പറയാം. ഓക്കെ ആണല്ലോ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. ഇനിയും ഏതെങ്കിലും ചില ആറ്റങ്ങൾക്ക് ഇലക്ട്രോണിനെ മേടിക്കാതെയും കൊടുക്കാതെയും തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 എണ്ണം ഉള്ളതുകൊണ്ട് അപ്പൊ അവർ സ്റ്റേബിൾ ആണ്. അവര് പിന്നെ ഇലക്ട്രോണിനെ മേടിക്കുകയോ കൊടുക്കുകയോ ചെയ്യത്തില്ല. അതേപോലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓട്ടോമാറ്റിക്കലി 8 ഇലക്ട്രോൺസ് ഡയറക്ട്ലി വരുന്ന ആൾക്കാരുണ്ട്. അവരും ഇലക്ട്രോണിനെ കൊടുക്കുകയോ മേടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, അവരും സ്റ്റേബിൾ ആണ്. കാരണം എന്താ, ഓൾറെഡി അവരുടെ 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ട്. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ലാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 എണ്ണം ഇല്ലാത്ത ആൾക്കാരും ഒക്കെയാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഒക്കെ. ഇപ്പം നമ്മൾ തിയറിറ്റിക്കലി ഇതെല്ലാം എഴുതി, നമ്മൾ ന്യൂമറിക്കലി ഇതെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടത്തുള്ളൂ, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഒന്നുകൂടെ മറ്റേ ന്യൂമറിക്കല് കുറച്ചല്ല 1 മുതൽ 20 വരെയുള്ള ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതാം. ഇത്ര എഴുതി കഴിഞ്ഞെങ്കിൽ ഞാൻ ഓക്കെ, ഞാൻ ഇത് എഴുതി കഴിഞ്ഞോ എല്ലാവരും ഒന്ന് പറയണേ, എഴുതി കഴിഞ്ഞെങ്കിൽ. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് തരാം. ഇത് എഴുതിയെടുക്കാനുള്ളവർക്ക് എഴുതിയെടുക്കാം, ചെറുതാക്കിയിട്ടുണ്ട്. സർ മറ്റേ വാലൻസിയുടെ അതൊന്നുകൂടെ കാണിക്കുക. എന്തോ ഒരു ലെറ്റർ വേർഡ് തെറ്റിയെന്ന് തോന്നുന്നു. വാലൻസിയുടെ ഒന്നുകൂടെ കാണാമോ? ആ ഓക്കെ സർ.
ഓക്കെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി എങ്ങനെയാന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി എക്സ് മുകളിൽ എ താഴെ ഇസഡ് ആയിരിക്കും. അത് ഇതൊന്നും എഴുതണ്ടേ, ഞാൻ എഴുതാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ കയറാത്ത ആൾക്കാർ ഉണ്ടല്ലോ, 2-3 പേരുണ്ടെന്ന്. അപ്പൊ അവർക്ക് വേണ്ടി പറയുക, കാരണം അത് മനസ്സിലാക്കിയാലേ ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ സിമ്പിൾ ആണെന്നും എ എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ മാസ് നമ്പർ ആണെന്നും ഇസഡ് എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പറും എന്നാണ് പറഞ്ഞത്, അല്ലയോ? അപ്പം ഈ ഇസഡ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇസഡ് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണിന്റെ എണ്ണം അഥവാ ഇലക്ട്രോണിന്റെ എണ്ണം. ഒരു ആറ്റത്തിനകത്ത് പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പം ഇസഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണവും അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണവും. രണ്ടും സെയിം ആണ്, കാരണം പ്രോട്ടോൺ എത്ര എണ്ണം 12 എണ്ണം ഉണ്ടെങ്കിൽ ഇലക്ട്രോണും 12 എണ്ണം ഉണ്ടെന്ന് അർത്ഥം ഒരാറ്റത്തിനകത്ത്. അതുകൊണ്ട് തന്നെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നാ പറയാ. മനസ്സിലായി? ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ആറ്റം സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നത്. കാരണം ന്യൂട്രൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജിന്റെ എണ്ണവും നെഗറ്റീവ് ചാർജിന്റെ എണ്ണവും ഈക്വൽ ആണെന്ന് അർത്ഥം. ന്യൂട്രൽ അങ്ങനെയാണെങ്കിൽ ആറ്റം ന്യൂട്രൽ ആണെന്ന് പറഞ്ഞത്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പക്ഷേ ആറ്റം ഇലക്ട്രോണെ ലൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുമ്പോഴും പ്രോട്ടോൺ എണ്ണത്തിനേക്കാളും കൂടുകയോ കുറയോ ചെയ്യും ഇലക്ട്രോൺ എണ്ണം. അപ്പൊ അതിന്റെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടും. പ്രോട്ടോൺ ഈസിക്കലി ഇലക്ട്രോൺ നഷ്ടപ്പെടും. അത് പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അറ്റോമിക് നമ്പർ എന്നുള്ളത് പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞു. എ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സമ്മാണ് ശരിക്കും ഈ എ എന്ന് പറയുന്നത്. വരച്ച് കാണിച്ചായിരുന്നു. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ഉദാഹരണം സോഡിയം ആണെങ്കിൽ സോഡിയം റെപ്രസെന്റ് ചെയ്യുന്നത് Na. ഇതൊന്നും എഴുതല്ലേ, എഴുതാനുള്ളത് ഞാൻ പറഞ്ഞുതരാം, തൽക്കാലം ശ്രദ്ധിച്ചിരിക്കാം. Na 11 മോൾ 23 ആണ്. അതിനർത്ഥം സോഡിയത്തിന്റെ അറ്റോമിക് എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എ മുകളിലാകുന്ന 23. അതിനർത്ഥം എന്താ? സോഡിയത്തിനകത്തുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സമ്മാണ് ഈ തന്നിരിക്കുന്ന 23. ഓക്കെ, സോഡിയത്തിന്റെ താഴെ തന്നിരിക്കുന്ന സിമ്പിളിൽ താഴെ തന്നിരിക്കുന്ന 11. അത് ഇസഡ് എന്താ? ഇസഡ് ഒന്നെങ്കിൽ അതിനകത്തെ പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം 11. അതിനർത്ഥം അതിനകത്തെ പ്രോട്ടോണിന്റെ എണ്ണം ഇലക്ട്രോണിന്റെ എണ്ണവും 11 ആണ്. പ്രോട്ടോണും 11 ഇലക്ട്രോണും 11. എപ്പോഴും ആലോചിച്ചോണം, പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ അകത്തായിരിക്കുന്നത്. പ്രോട്ടോൺ ഇവിടെ നോക്കിയേ 11 ആണെന്ന് അറിയാം, കാരണം ആറ്റോമിക് നമ്പർ 11. അപ്പൊ ന്യൂട്രോൺ എന്ത് വരും? ഞാൻ പറഞ്ഞായിരുന്നു പ്രോട്ടോണിന്റെ ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം A = P+N എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ P എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ A = Z+N എന്ന് എഴുതാം. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ A - Z എന്താ? N. ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ മോളിൽ 23 - 11 ചെയ്യുമ്പോൾ ന്യൂട്രോൺ എണ്ണം 12 ആയി. ഇത് രണ്ട് ന്യൂക്ലിയസിനകത്ത്. പിന്നെ 11 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അർത്ഥം. ഇലക്ട്രോൺസ് എപ്പോഴും ന്യൂക്ലിയസിന്റെ പുറത്ത് ഷെല്ലിലായിരിക്കും. ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. അതിൽ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണേ പറ്റത്തുള്ളൂ. K ഷെല്ലിൽ 2 എണ്ണേ ഉള്ളൂ. ഇവിടെ 2 ഇലക്ട്രോൺ ഇടും. ഇൻഡു വെച്ചിട്ടോ ഡോട്ട് വെച്ചിട്ടോ റെപ്രസെന്റ് ചെയ്യാം. അടുത്ത എൽ ഷെല്ലിനകത്ത് 8 എണ്ണം വരെ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8. ഇനി എം ഷെല്ലിനകത്ത് എത്ര? എം ഷെല്ലിനകത്ത് 1 ആണ്. കാരണം 2ഉം 8ഉം കൂട്ടി ഇനി മൊത്തം 11 ഉള്ളൂ, ഒരെണ്ണം കൂടെ വരും. ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഒന്ന് എഴുതാം. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഹൈഡ്രജൻ എഴുതാം. ഞാൻ എല്ലാത്തിന്റെയും സിമ്പിൾ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ തരാം. അല്ല, എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന രീതി തരാം. നിങ്ങൾ അതിന്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ ഓരോരുത്തരോടും ചോദിക്കും, അതിനനുസരിച്ച് എഴുതാം. ഓക്കെ, ഒന്നാമത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H11 എന്നാണ്. ഇത് ഹൈഡ്രജൻ. അപ്പം ഇതിന്റെ ജുവാൻ പറഞ്ഞു, ഇതിന്റെ അറ്റോമിക് നമ്പർ എത്ര ജുവാൻ? അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യല് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ ഇസഡ് ആണ്, മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എ ആണ്. അപ്പൊ ആദ്യം ഇതിന്റെ മാസ് നമ്പർ പറഞ്ഞു. മാസ് നമ്പർ എത്ര പറഞ്ഞു? പറഞ്ഞ കണക്ക് വെച്ചിട്ട് മാസ് നമ്പർ എത്ര? മാസ് നമ്പർ കേട്ടില്ല? 1. അതെന്തുകൊണ്ടാ? ഇവിടെ മോളിൽ 1 തന്നിട്ടുള്ളത്, മോളിലാണ് മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1. ആറ്റോമിക് നമ്പർ എത്ര? ജീവൻ തന്നെ പറഞ്ഞു 1. ആറ്റോമിക് നമ്പർ മാസ് നമ്പറും കിട്ടി. ഇനി അടുത്തത്, ഇതിനകത്ത് പ്രോട്ടോൺ എണ്ണം എത്ര ഉണ്ടെന്ന്? പി എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഇസഡിന്റെ നമ്പർ എത്ര ആണോ അത് തന്നെയായിരിക്കും പിയുടെ നമ്പർ. അപ്പൊ ഇസഡ് 1 ആണെങ്കിൽ പി എത്രയാ? 1. ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1. കാരണം
ഈ ഇസഡ് തന്നെയാണ് പിയും, ഇസഡ് തന്നെയാണ് ഇയും. ഇസഡ് എത്ര എണ്ണം ഉണ്ടോ അത്രയും പ്രോട്ടോൺ ഉണ്ട്, അത്രയും ഇലക്ട്രോൺ ഉണ്ട്. ഇനി എൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എൻ ആറ്റോമിക് മാസ് മൈനസ് പി. അതായത് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ തന്നെയാണ് കേട്ടോ. അതായത് എനെ നമുക്ക് ആറ്റോമിക് മാസ് എന്നും പറയാം, അറ്റോമിക് മാസ് എന്നും പറയാം, തെറ്റിപ്പോലെ മാസ് നമ്പർ എന്നും പറയാം. ഇസഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണ്, അറ്റോമിക് നമ്പർ, തെറ്റിപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പൊ ഇത് എന്നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എ മൈനസ് ഇസഡ് ചെയ്താൽ പോരെ, മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് മൈനസ് എന്താണ് അറ്റോമിക് നമ്പർ ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എത്രയാ? എ 1 മൈനസ് 1 എത്ര വരും? 0 വരും. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ഇലക്ട്രോണെ അറേഞ്ച് ചെയ്യുന്ന രീതി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കാരണം ഇവിടെ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ, ആ ഷെല്ലിനകത്ത് ഒന്നേ ഉള്ളൂ, കോമായിട്ട് എഴുതാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാലൻസി എത്രയാണ്? അതെന്തുകൊണ്ടാ വാലൻസി 1 എന്ന് പറയുന്നത്? ഇപ്പം ഏറ്റവും ചെറുതായിട്ടുള്ള ഷെല്ല് ആദ്യത്തെ എം, അതുകൊണ്ട് 2 അതിന്റെ കപ്പാസിറ്റി. 2 ആണ് അതിന്റെ കപ്പാസിറ്റി. ആദ്യത്തെ ഷെല്ല് KLM. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? ആ സ്കൂളിൽ പഠിപ്പിച്ച് കാണത്തില്ല, പറഞ്ഞുതരാം. ഇപ്പം ഇത് നിങ്ങളങ്ങ് പഠിച്ചോണം. ഇത് 1 ആണ്, ഇത് നോക്കിക്കോളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 എന്ന് എഴുതി, ഇത് നോക്കിക്കോണം. in order to attain, ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. attain സ്റ്റേബിൾ കോൺഫിഗറേഷൻ. സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8, പക്ഷെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇവിടെ 8 എണ്ണം, കാരണം ഇവിടെ ഒരു ഷെല്ലേ ഉള്ളത് കൊണ്ട് തന്നെ ആ ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാൽ മതി. ആ ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവാൻ 2 ഇലക്ട്രോൺ ടോട്ടൽ വേണം. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇവിടെ ഒരിക്കലും ഹൈഡ്രജൻ ഇലക്ട്രോണെ വാങ്ങുകയല്ല ചെയ്യുന്നത്, ഉള്ള ഇലക്ട്രോണെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം in order to attain stable configuration, hydrogen atom loses 1 electron and become H plus ion. അതെങ്ങനെയാ വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരാം. ഈ ഹൈഡ്രജന്റെ വെച്ച് നമുക്കത് പറയാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കുക. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ സോഡിയത്തിന്റെയോ ഒക്കെ വെച്ച് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നതെന്നുള്ളതുകൊണ്ട് വാലൻസി 1 ആയിരിക്കും. പക്ഷെ ഇവിടെ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, ഇത് എഴുതിക്കോ, ഇതേപോലെ തന്നെ എഴുതിക്കോ. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഇത് ഹൈഫൻ ആണ് കേട്ടോ, ഇത് സൈൻ ഒന്നുമല്ല, ഇത് ഹൈഫൻ ആണ്, സൈൻ അല്ല, ഇത് ഹൈഫൻ ആണ്. ഇത്തരം കാര്യങ്ങൾ എഴുതിക്കോ എല്ലാവരും. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിക്കോളൂ. രണ്ടാമത്തെ നമുക്ക് ഹീലിയമാണ്. രണ്ടാമത്തേത് ഹീലിയമാണ്. 2 നമ്പർ ഇട്ട് ഹീലിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ, ഹീലിയം. HE എന്നാണ് സിമ്പല്. അതിന്റെ അറ്റോമിക് നമ്പർ 2ഉം മാസ് നമ്പർ 4ഉം ആണ്.
ഹീലിയമാണ്. ഹീലിയം. ഓക്കെ, തനുശ്രീ ഉണ്ടോ ഇവിടെ? തനുശ്രീ. ഓക്കെ, അപ്പം ഇതിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ നേരത്തെ എഴുതിയ അതേ ഓർഡറിൽ എന്താ അറ്റോമിക് നമ്പർ എത്രയാ? മാസ് നമ്പർ എത്രയാ? മാസ് നമ്പർ ആദ്യം പറ. എത്രയാ? 4. അതെന്തുകൊണ്ടാ 4 ആയത്? മേളിലെ ഓക്കെ, മുകളിൽ 4 ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഇസഡ് എത്രയാ? 2. ഓക്കെ, ഇനിയും അതിനകത്തെ പ്രോട്ടോൺ എണ്ണം എത്രയാ? 2. അതെന്തുകൊണ്ടാ പ്രോട്ടോൺ എണ്ണം 2 ആയത്? ഇസഡിന്റെ കൂടെ പിയും ഇസഡ് ഈക്വൽ. പിയും ഇസഡും ഈക്വൽ ആവണം. ഓക്കെ, ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ? 2. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാ? 4 - 2 എഴുതുമ്പോ a മൈനസ് z എന്ന് എഴുതിയിട്ട് 4 - 2 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി ഇപ്പൊ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഹീലിയത്തിന് എത്ര ഷെല്ലുണ്ട്? ഹീലിയത്തിന് ന്യൂക്ലിയസ് ഹീലിയത്തിന് എത്ര ഷെല്ലുണ്ട്? ഒരെണ്ണം. അതിനകത്ത് ഒരു സാധാരണ ഒരു ഷെല്ലേ ഉള്ളെങ്കിൽ അതിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺ വരെ പറ്റും? 2. അപ്പൊ 2 വന്നാൽ അത് സ്റ്റേബിൾ അല്ലേ? അപ്പൊ ഓൾറെഡി ഇത് സ്റ്റേബിൾ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് 8 വന്നാൽ സ്റ്റേബിൾ ആവണമെന്നാണ്. 8 വന്നാൽ സ്റ്റേബിൾ ആവുന്നത് ഈ 2 കഴിഞ്ഞിട്ടുള്ള എലമെന്റുകളുടെയാണ്. ഇവർക്ക് 8 വരണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, കാരണം ഇവർക്ക് ആകെ ഒറ്റ ഷെല്ലേ ഉള്ളൂ. ആ ഷെല്ലിൽ എത്രണ്ണേ പറ്റത്തുള്ളൂ? ആ ഷെല്ലിൽ 2. അപ്പം അതിനെ മറ്റേ ഒക്ടറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ ആണ് പറയുന്നത്. ഹൈഡ്രജനും ഹീലിയത്തിനും മാത്രമുള്ളത് ഒരു ഡ്യൂപ്ലെറ്റ്. അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടി ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ എത്തിയാൽ മതി. പക്ഷെ ഹൈഡ്രജന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹൈഡ്രജൻ ഇലക്ട്രോണെ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഇലക്ട്രോണെ ലൂസ് ചെയ്യുക ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഗെയിൻ ചെയ്യാനായിരുന്നു. കാരണം 2 ഇലക്ട്രോൺ വന്നാലേ സ്റ്റേബിൾ ആകുന്നത്. അത് എക്സെപ്ഷൻ ആണ്, ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് നമുക്ക് എഴുതാൻ ഇതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. ഫസ്റ്റ് ഷെല്ല് 2 ഉള്ളൂ. അപ്പൊ 2 എന്ന് എഴുതിയിട്ട് നിർത്താലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനിയും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുവോ ലൂസ് ചെയ്യുവോ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? as helium has 2 electrons in the outermost shell, it is stable. That is അതിനെ ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയും. ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ. So helium does not gain or lose electrons. ഈ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാതെയും ലൂസ് ചെയ്യാതെയും തന്നെ ഹീലിയം സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും 0 ആയിരിക്കും. എത്ര ഇലക്ട്രോൺസിനെ മേടിച്ചു അല്ലെ എത്ര ഇലക്ട്രോൺസിനെ കൊടുത്തു, അതാണ് അതിന്റെ വാലൻസി. അതിന്റെ ചാർജ് കൂടെ ചേർത്ത് എഴുതുന്നതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതും ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ വാലൻസി എന്ന് പറയുന്നത് ഹൈഫൻ ആണ്, മൈനസും പ്ലസും ഒന്നും അല്ല, ഇത് ഹൈഫൻ ആണ്. വാലൻസി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? വാലൻസി എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അതേപോലെ ഓക്സിഡേഷൻ നമ്പറും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതും 0 ആണ്. ഇത്രയും കാര്യങ്ങളൊന്നും എഴുതിയിട്ടു. ഡൗട്ട് ഉള്ളവര് മിണ്ടാതിരിക്കല്, ചോദിക്കണം. ഡൗട്ട് ഉള്ളത് ചോദിച്ച് ക്ലിയർ ചെയ്തേ പോകാവൂ. ഇതൊന്നും മനസ്സിലാകാതെ ഇതെനിക്കൊന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഓൾറെഡി 9ാം ക്ലാസ്സിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പഠിക്കാതെ നിങ്ങൾക്ക് ഒറ്റ ചാപ്റ്റർ കെമിസ്ട്രിയുടെ സ്വന്തമായിട്ട് റിയാക്ഷനോ ഇക്വേഷനോ ഒന്നും എഴുതാൻ പറ്റില്ല. സർ, എനിക്ക് ഒരു ഡൗട്ട്. മറ്റേ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി എനിക്ക് അത് ഇച്ചിരി കൂടെ
ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി അടുത്തായിട്ട് ഹീലിയം, ലിഥിയം പറയുമ്പോൾ നിന്റെ ഡൗട്ട് മാറും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറയാനായിട്ടുള്ള ഒരു കണ്ടീഷൻ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇത് പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും പറയാൻ പറ്റത്തില്ല. അപ്പൊ അടുത്തതിനകത്ത് നമുക്കത് ക്ലിയർ ചെയ്യാം. അടുത്ത ഞാൻ ലിഥിയത്തിലേക്ക് പോവാം. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഞാൻ ലിഥിയത്തിലേക്ക് പോവാം. 3 എഴുതുക. ലിഥിയം സിമ്പൽ ആദ്യം. ലിഥിയത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Li37. ഈ മോളിലത്തെ മാസ് നമ്പർ 1 മുതൽ 20 വരെ ഉള്ളതിന്റെ പഠിച്ചാൽ മതി. ബാക്കിയുള്ളതിന്റെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 30 വരെ ഉള്ളതിന്റെ പഠിക്കണം. അത് അറ്റോമിക് നമ്പർ മാത്രം പഠിച്ചിരുന്നാൽ മതി. മറ്റൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല മുകളിലുള്ളത്. ഓക്കെ, ലിഥിയം ആരാ ഒന്ന് പറയുന്നുണ്ടാവുക? നമ്മുടെ ആരിലും ഒരാൾ പറഞ്ഞിടാ. ഇതിനകത്ത് മാസ് നമ്പർ എത്രയാ? അറ്റോമിക് നമ്പർ എത്ര? പ്രോട്ടോൺ നമ്പർ എത്രയാ? ന്യൂട്രോൺ നമ്പർ എത്രയാ? ആണ്. അങ്ങനെ അത് 7 - 3 = 4. അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എത്ര ഇലക്ട്രോൺ ആണ് മൊത്തം? എത്ര ഇലക്ട്രോൺ ഉണ്ട്? അപ്പം ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? ഇനി എത്ര എണ്ണങ്ങളുണ്ട്? ബാക്കി ഇനി എത്ര എണ്ണങ്ങളുണ്ട്? ഷെല്ലിലോട്ട് പോകത്തില്ലേ? ലിഥിയം ആണെങ്കിൽ ലിഥിയത്തിന് 2 ഷെല്ലുകളുണ്ട്. മൊത്തം 3 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളണം. അപ്പൊ അതിൽ ഇത് ലിഥിയത്തിന്റെ ന്യൂക്ലിയസ്, ഇത് ലിഥിയത്തിന്റെ ന്യൂക്ലിയസ് ആണ്. ഇതാണ് കെ ഷെല്ല്. കെ ഷെല്ലിൽ 2 എണ്ണം. എൽ ഷെല്ലില് എത്ര? 1. ഓക്കെ, അങ്ങനെയാണ്. അടുത്തത് എന്താ? ഇവന് സ്റ്റേബിൾ ആവണം. എന്ത് ചെയ്യണം? കൊടുക്കുന്നേ ഒക്ടറ്റ് ആണോ ഇവിടെ നോക്കണ്ടേ? ഒക്ടറ്റ് ആണോ നോക്കേണ്ടത്? ഡ്യൂപ്ലറ്റ് ആണോ നോക്കേണ്ടത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നതാണോ നോക്കേണ്ടത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരുന്നതാണോ നോക്കേണ്ടത്? അല്ല, 2 ഇലക്ട്രോൺ വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഷെല്ലേ ഉള്ളൂ? 2. ഷെല്ലൊന്നും ശരിയല്ലേ? അപ്പം ഈ ലിഥിയം സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്തുവാ ചെയ്യുന്നത്? 1 ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യുന്നത് ആണോ? ആർക്ക് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം ആർക്ക് കൊടുത്തു എന്ന് അറിയണ്ട, ആർക്കോ കൊടുത്തു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതൊന്ന് എഴുതാം. ഇൻ ഓർഡർ ടു, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവർക്കും വേണ്ടിയാണ് ഇത് ഓരോരുത്തരും ചോദിച്ചു പറയുന്നത്. ഇൻ ഓർഡർ ടു lithium atom loses 1 electron and become 1 ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ലിഥിയം ആറ്റം എന്ന് പറയത്തില്ല, ലിഥിയം അയോൺ എന്നേ പറയത്തുള്ളൂ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Li1+ എന്നായിരിക്കും. അത് എന്തുകൊണ്ടാകും വന്നേന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഇനിയിപ്പോ നമ്മുടെ ജുവാൻ ചോദിച്ച ഡൗട്ടിലേക്ക് വരുക.
ഇവിടെ എത്ര ഇലക്ട്രോൺ കൊടുത്തു ജുവാനെ? ജുവാൻ ഉണ്ടോ ഇവിടെ? എത്ര ഇലക്ട്രോൺ കൊടുത്തു? ഒന്ന്. അപ്പൊ വാലൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ഇലക്ട്രോൺ കൊടുത്തു അഥവാ എത്ര ഇലക്ട്രോൺ മേടിച്ചു, രണ്ടും വരും, രണ്ടും വാലൻസ് ചെയ്യാം. ചില എലമെന്റ് ഇലക്ട്രോൺ കൊടുക്കുമായിരിക്കും, ചില എലമെന്റ് ഇലക്ട്രോൺ മേടിക്കുമായിരിക്കും. അപ്പം കൊടുത്താലും അത് വാലൻസ് ചെയ്യാണ്, മേടിച്ചാലും അത് വാലൻസ് ചെയ്യും. എത്ര എണ്ണം മേടിച്ചു അതാണ് അതിന്റെ വാലൻസ്. അപ്പൊ ഇവിടത്തെ ശരിക്കും പറയുവാണെങ്കിൽ ഇവിടത്തെ വാലൻസി എത്ര ജുവാനെ? 1. എന്നാൽ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നറിയാമോ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇലക്ട്രോണിനെ കൊടുക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രോട്ടോൺ എണ്ണം എത്ര ജുവാനെ? ഇലക്ട്രോണിനെ കൊടുക്കുന്നതിന് മുമ്പ് ലിഥിയത്തിന്റെ പ്രോട്ടോൺ എണ്ണം എത്ര? 3. ഇലക്ട്രോൺ എണ്ണം എത്ര? 3. ഓക്കെ. അതുകൊണ്ടാണല്ലോ പ്രോട്ടോൺ ഇലക്ട്രോൺ ഈക്വൽ ആയിട്ട് ന്യൂട്രലാണ്. എന്നാൽ ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞ പ്രോട്ടോൺ എണ്ണം എത്ര? 2. പ്രോട്ടോണിനെ കൊടുത്തോ? പിന്നെ എങ്ങനെ 2? പ്രോട്ടോൺ അപ്പൊ എത്ര തന്നെ? 3. ഇലക്ട്രോൺ എത്ര? ഇലക്ട്രോൺ എത്ര? 3. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ 3 ആണോ? 2. ഇപ്പൊ ഈ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഇവനെ ന്യൂട്രൽ എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇവൻ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇവിടെ ഏത് ചാർജാ കൂടി നിൽക്കുന്നത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പൊ എത്ര പോസിറ്റീവ് ചാർജാ കൂടി നിൽക്കുന്നത് ഇലക്ട്രോണിനെക്കാട്ടിലും? അതുകൊണ്ടാണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 എന്ന് പറയുന്നത്. ഇനിയും ഇങ്ങനെ പഠിച്ചില്ല, വേറെ രീതി പഠിക്കാം, കാണാതെ പഠിക്കാം. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ. ഇലക്ട്രോണിനെ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മൈനസ് ചാർജ് വരികയും ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് വരിക. അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വേണമെങ്കിലും പഠിക്കാം. ഇപ്പൊ ഇവിടെ ലിഥിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്തത്, ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, അപ്പൊ അതിന് ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഇനി ഒരു ഇലക്ട്രോണിനെ വാങ്ങുവാണെങ്കിൽ അതിന് നെഗറ്റീവ് ആണെന്ന് വരും. അങ്ങനെ കാണാതെ പഠിക്കാം. അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല, അതൊക്കെ തന്നെ പഠിക്കും. ഇത് ഇത്ര എഴുതണം. എന്നിട്ട് നമ്മൾ ഈ 20 എണ്ണം ഇങ്ങനെ പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾക്കത് തറവാവും എങ്ങനെയാണ് ഓക്സിഡേഷൻ വാലൻസി എന്നൊക്കെ വരുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ, എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ, ഒരെണ്ണം കൂടെ എഴുതിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബെറിലിയം കൂടെ എഴുതിക്കോ. ബെറിലിയം അടുത്തത്, നാലാമത്തേത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. നാലാമത്തേത് BE. ബെറിലിയത്തിന്റെ സിമ്പിൾ BE ആണ്. 4, 9 ആണ്. ബെറിലിയം ഹൈഫൻ ബെറിലിയം എന്ന് എഴുതാം. അപ്പം ഞാൻ തന്നെ ഇത് എഴുതിപ്പോം. ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നത് 4 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം അപ്പം 4 തന്നെയാണ്. ഇലക്ട്രോണിന്റെ എണ്ണവും 4 തന്നെയാണ്. ന്യൂട്രോണിന്റെ എണ്ണം A-Z ആണ്. അത് 9 - 4 എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം.
അപ്പം ബെറിലിയം ന്യൂക്ലിയസ് വരയ്ക്കുവാണെങ്കിൽ ഇതാണ് ബെറിലിയം ന്യൂക്ലിയസ്. ശരിക്കും 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം 2 ഷെല്ല് വന്നാലേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2,2 എന്ന് എഴുതാം. ഇനിയും ഇതിന്റെ വാലൻസി നോക്കാം. ഇത് സ്റ്റേബിൾ ആവണേ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആവണമെങ്കിൽ ഡ്യൂപ്ലറ്റ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വേണം. അപ്പൊ ഈ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരെയാണ് പറ്റുന്നത്. അപ്പൊ ഇതിൽ പറ്റത്തില്ല. അപ്പൊ ഇതിൽ 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ സ്റ്റേബിളാ അല്ലെ? അത് ഓൾറെഡി 2 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ ഈ വെളിയിലുള്ള 2 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ അത് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവനെ കളയാം. ഈ 2 ഇലക്ട്രോണിനെ കളഞ്ഞാൽ ഇവൻ സ്റ്റേബിൾ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം: ഇൻ ഓർഡർ ടു attain stable configuration beryllium atom loses 2 electrons and become Be2+ ion. അപ്പൊ ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് ജുവാനോട് തന്നെ ചോദിക്കാം. വാലൻസി എത്രയാ ജുവാനെ? 2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -2. അങ്ങനെ -2 വരുന്നത്? അല്ല പ്ലസ്. ഒന്നെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്ക് പഠിക്കുക. ബൈഹാർട്ട് ചെയ്യുവാണെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ്, ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ നെഗറ്റീവ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ജുവാനയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. 10 ഇലക്ട്രോൺസിന് 10 നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് അർത്ഥം. 2 ഇലക്ട്രോണിനെ കൂടെ മേടിച്ചു കഴിഞ്ഞാൽ 10 ഇലക്ട്രോണിന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യില്ലേ? അപ്പൊ 2- അല്ലേ? എന്നാൽ ഇത് കൊടുക്കുവാണെങ്കിൽ പ്രോട്ടോൺ എണ്ണമാണ് കൂടുന്നത്. അപ്പം അതായത് ഇലക്ട്രോണെ കൊടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് 4 പ്രോട്ടോണും 4 ഇലക്ട്രോണും 4 ഇലക്ട്രോണെ ഇതിപ്പം ന്യൂട്രലാണ്. ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോൺ എണ്ണം 4 തന്നെ, ഇലക്ട്രോൺ എണ്ണം 2 ഉള്ളൂ. അപ്പൊ ഇവിടെ പ്രോട്ടോൺ എണ്ണം 2 കൂടുതലാണ്. അപ്പൊ 2 പോസിറ്റീവ് ചാർജ് കൂടുതലാണെന്ന്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആവും. ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഈ സിമ്പലിന്റെ മണ്ടയ്ക്ക് കയറ്റി എഴുതുമ്പോൾ അതിന്റെ അയോണിന്റെ ഫോർമുല ആവുന്നത്. അത് പറഞ്ഞു തരാൻ തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്രയുമേ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ.